ഹലോ ഓൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? നല്ല മഴയാണ്. രാവിലെയും വൈകിട്ടും രാത്രിയിലുമൊക്കെ നല്ല മഴ. മഴയിലൊരു തണുപ്പുണ്ട്. ആ തണുപ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ റോസ് പ്ലാന്റ്സ് ആണ്. ഒരുവിധം റോസ് പ്ലാന്റ്സൊക്കെ മഴയത്ത് നല്ല ഉഷാറായിട്ട് വരും. അതിന് നല്ലൊരു പോട്ടി മിക്സ് കൂടി ആവശ്യമാണ്. കെയറിങ് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് കെയറിങ് വീഡിയോസ്, ലോങ് വീഡിയോസ് ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നില്ല. ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കാണണമെന്നുള്ളവർ നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് റോസ് കെയറിങ് വീഡിയോസും എല്ലാം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള നാടൻ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. എല്ലാ തവണയും സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ നേരെ ഇതെല്ലാം കാർട്ടിലേക്ക് ആഡ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ട്. അപ്പോഴേക്കും നമുക്ക് ഒരുപാടൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ല. എന്നിരുന്നാലും ഒരു 2-3 വെറൈറ്റീസ് പ്രത്യേകമായി നിങ്ങളെ കാണിക്കണം എന്നുണ്ട്. ഒന്ന് ഈ പനിനീർ റോസാണ്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഇത് സ്റ്റോക്കുണ്ട്. പിന്നെ ഉള്ളത് തഞ്ചാവൂർ റെഡ് റോസാണ്. നമ്മളെ കോംബോയിലൊക്കെ കൊടുക്കുന്ന സൈസിലുള്ള ചെറിയ കവർ ചെടികളാണ്. പനിനീർ റോസ് പക്ഷേ നല്ല നീളത്തിൽ വളർന്നിട്ടുള്ള ചെടികളാണ്. പിന്നെ 7 ഡേയ്സിൻ്റെ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഓൺ റൂട്ടഡ് 7 ഡേയ്സിൻ്റെ ചെറിയ ചെടികളും അതുപോലെ കുറച്ചുകൂടെ മെച്ചറായിട്ടുള്ള 6 ഇഞ്ച് പോട്ട് സൈസ് ചെടികളും നമുക്ക് ഇപ്രാവശ്യം അവൈലബിളാണ്. അത് നമ്മുടെ കാർട്ടിൽ 2 റേറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ മുള്ളില്ലാത്ത പട്ട് റോസാണ്. നമുക്ക് എല്ലാവർക്കും വളരെ കൗതുകം ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. പട്ട് റോസ് എന്നാൽ മുള്ളാണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. പക്ഷേ ഇത് മുള്ളില്ലാത്ത പട്ട് റോസാണ്. ഇനി നമുക്ക് ഇപ്രാവശ്യം വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു സംഗതി ഒരാളാണ് നമ്മുടെ നാടൻ മഞ്ഞ റോസ്. ഈ മഞ്ഞ റോസ് ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു തവണ കൊണ്ടുവന്നപ്പോൾ തീരെ ചെറിയ ചെടികളാണ് നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. അത് ഞാൻ സെയിൽ വീഡിയോ ഇടുകയോ സെയിലിനായിട്ട് കാർട്ടിൽ ആഡ് ചെയ്യുകയോ ഒന്നും ഉണ്ടായില്ല. ഈ ഒരു കുറച്ചുകൂടി സൈസുള്ള കുറച്ച് ചെടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് നമുക്കിങ്ങനെ ഒരു പ്ലാന്റ്സ് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് കുറച്ച് റിസ്ക് എടുത്ത് നമ്മൾ എടുത്തുകൊണ്ട് വന്ന പ്ലാന്റ്സാണ്. ഈ ഒരു പ്ലാന്റ് സൈസാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പകുതിയിലധികം നമ്മൾ പ്ലാന്റ്സ് നമ്മുടെ കസ്റ്റമേഴ്സിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് വന്ന ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇത് ഓൺ റൂട്ടഡ് ആണ്. ഇത് ലിറ്റർ കവർ ചെടിയാണ്. അപ്പോൾ നമ്മളിത് വാങ്ങിക്കുമ്പോൾ എല്ലാവർക്കും പിടിച്ച് കിട്ടണം എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹം. എന്നാൽ ചെറിയ ചെടികൾ പിടിച്ച് കിട്ടത്തില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് അധികം ഇളക്കാതെ കുറച്ചൊരു 1/4 ഭാഗം മാത്രം മണ്ണ് മാറ്റിയിട്ട് ബാക്കി 3/4 ഭാഗത്തോളം മണ്ണ് അതേപോലെ അനക്കാതെ വെച്ചിട്ട് അയച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് നമ്മളിപ്പോൾ എല്ലാ യെല്ലോ റോസും അയച്ചതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. നാടൻ ചെടികളിൽ നമ്മൾ സെയിലിനായിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതല്ല, കൊണ്ടുവന്നിട്ടുണ്ട്. അത് വലിയ പ്ലാന്റ്സ് ആയിരുന്നു. ഏകദേശം ഒരു വർഷം മുമ്പൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും നമുക്ക് മഞ്ഞ റോസ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ക്രീപ്പർ ജാക്കിയാണ്. ക്രീപ്പർ ജാക്കിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓൺ റൂട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു സൂപ്പർ വെറൈറ്റിയാണ് ഈ ക്രീപ്പർ ജാക്കി എന്ന് പറയുന്നത്. എന്നാലത് ബഡ് റോസിലും വരാറുണ്ട്. ഏതൊരു സെയിൽ വീഡിയോ ഇട്ടാലും അത് ബഡ് റോസ് ആണെങ്കിൽ പോലും ആ ഒരു വീഡിയോയ്ക്ക് ശേഷം വരുന്ന മെസ്സേജസിൽ ഏറ്റവും കൂടുതലുണ്ടാകുന്നൊരു ക്വസ്റ്റ്യനാണ് ഇത് ഓൺ റൂട്ടാണോ എന്നുള്ളത്. ഓൺ റൂട്ടാണെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോയ്ക്കകത്ത് തമ്പനെയിൽ ഉൾപ്പെടെ ഓൺ റൂട്ടഡ് ഇന്നർ റോസ് എന്ന് നമ്മൾ കൊടുത്തിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഓൺ റൂട്ടഡ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായിരുന്നാലും ഏതെങ്കിലും ഒരു പുതിയ വെറൈറ്റി പ്ലാന്റ് ഓൺ റൂട്ടഡിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടും നമ്മളത് എന്തായാലും വീഡിയോയിൽ പറഞ്ഞിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൺ റൂട്ടഡ് ക്രീപ്പർ ജാക്കിയുടെ പ്ലാന്റ് സൈസ്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സാണ്. നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ്സാണ്. നാടൻ അല്ലെങ്കിൽ ഓൺ റൂട്ടഡ് പ്ലാന്റ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്രാവശ്യം നമുക്ക് സെയിലിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ വയലറ്റ് റോസ് നമുക്ക് ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഏകദേശം 10 എന്തോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇനി ഒരെണ്ണം മാത്രമാണ് ബാക്കിയുള്ളത്. സാധാരണഗതിയിൽ വയലറ്റ് റോസ് കുറേ ദിവസം ഇരുന്നിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് പോവുകയാണ് പതിവ്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. ഓരോന്നോരോന്ന് നല്ല വരിയായിട്ട് പോവുകയാണ് ഉണ്ടായത്. ഓൺ റൂട്ടഡ് വയലറ്റ് റോസിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ കാണിച്ചതോ ഈ വീഡിയോയുടെ ഇൻട്രോ
സമയത്തോ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള പ്ലാൻസ് ഒന്നും തന്നെ ഓൺ റൂട്ടഡ് അല്ല. നമ്മൾ പേരെടുത്ത് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ള ഏതാനും റോസുകൾ മാത്രമാണ് നമുക്കിപ്പോൾ ഓൺ റൂട്ടഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വീഡിയോയിലെ ശബ്ദത്തിൻ്റെ ക്ലാരിറ്റി ഇല്ലായ്മയ്ക്ക് കാരണം ഞാനല്ല, പ്രകൃതിയാണ്. പ്രകൃതിയുടെ പ്രതിഭാസമായ മഴയുടെ ശബ്ദമാണ് നിങ്ങൾ എൻ്റെ സൗണ്ടിൻ്റെ കൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. മഴ അത് വളരെ നല്ലതാണ്. നമ്മുടെ റോസാ ചെടികൾക്ക് കൂടി ആ ഒരു തോന്നൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു പോട്ടി മിക്സ് നിങ്ങൾ നമ്മുടെ പ്ലാന്റ്സിനെല്ലാം കൊടുക്കണം. മണ്ണ്, മണൽ എന്നിവ തുല്യമായിട്ട് നമ്മുടെ പോട്ടി മിക്സിൽ ഉറപ്പായിട്ടും ഉണ്ടാവണം. പിന്നെ അതുപോലെ ചകിരിച്ചോറ് ഒരു മസ്റ്റായിട്ടുള്ള സംഭവമല്ല. ചകിരിച്ചോറില്ലാതെ ചേർക്കുന്ന കൂട്ടുന്ന പോട്ടി മിക്സാണ് മഴയത്തും ഒരു പ്രശ്നങ്ങളുമില്ലാതെ റോസിനെ നിർത്താൻ സഹായിക്കുന്നത്. ഞാൻ ചകിരിച്ചോറ് ഉപയോഗിക്കുന്ന ഒരാളല്ല. എൻ്റെ പ്ലാന്റ്സ് എല്ലാം തന്നെ മഴയത്ത് നല്ല ഉന്മേഷത്തിലും ആഹ്ലാദത്തിലും നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അത് പറയുമ്പോൾ പലർക്കും അങ്ങനെയല്ല, ചെടികൾ നശിച്ചു പോകുന്നുണ്ട്, ഡൈബാക്ക് വരുന്നു എന്നെല്ലാം കേൾക്കുന്നുണ്ട്. ഒരു പരിധിവരെ മണ്ണ്, മണൽ, പിന്നെ അതുപോലെ നമ്മുടെ വളങ്ങൾ ഇത് ചേർത്ത് വെച്ച് നടുന്ന ചെടികൾക്ക് മഴയത്തൊരു പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല. ചകിരിച്ചോറ് ചേർത്ത് നടുന്ന ചെടികൾക്കാണ് മഴയത്ത് പ്രശ്നങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. ഈ ചകിരിച്ചോറെന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഗതിയല്ല. ചെടികളുടെ പോട്ടിൽ കുറച്ച് തണുപ്പ് കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകിരിച്ചോറ്, പിന്നെ അതുപോലെ വെള്ളം വേഗം വാർന്നു പോകുന്നതിനും. മണ്ണ്, മണൽ മാത്രം ചേർത്തിട്ട് നട്ടു കൊടുക്കുന്ന ചെടികൾക്ക് യാതൊരു പോരായ്മകളോ വളർച്ച കുറവുകളോ ഒന്നും ഇതുവരെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ പിന്നെ മഴയത്ത് ചെടികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഡൈബാക്ക് വരാനായിട്ട്, ഈർപ്പം തങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഈ ചകിരിച്ചോറ് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസാണ്, തീരുമാനങ്ങളാണ്, ഇഷ്ടങ്ങളാണ്. നിങ്ങൾ എങ്ങനെയാണോ ഇതുവരെ റോസ് നന്നായിട്ട് വളർത്തിയത്, മോശമായിട്ടല്ല, നന്നായിട്ട് എങ്ങനെയാണോ വളർത്തിയത് അതേ രീതിയിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. എങ്ങനെയായിരുന്നാലും റോസുകൾ സന്തോഷത്തിൽ തന്നെ നിൽക്കണം, അതുമാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള ഈ കാണുന്ന പനിനീർ റോസും അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള റോസുകളുമൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ വാങ്ങാനായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് കാർട്ട് നോക്കിയാലും ഈ പ്ലാൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ചെടികളും ഹെൽത്തിയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പൂക്കളുടെ വിശേഷങ്ങളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. ഇനിയും ചെടികളുടെയും പൂക്കളുടെയും പുതിയ വിശേഷങ്ങളുമായിട്ട് വരും വീഡിയോകളിൽ ഇനിയും കാണാം. ചില വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. സ്നേഹപൂർവ്വം, ഹാദിയ.